സുഹൃത്തുക്കളെ, എൻ്റെ നിലകളിലേക്ക് ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഈ US ഇറാൻ ഇസ്രയേലി യുദ്ധം, അതിനെക്കുറിച്ചിട്ട് എൻ്റെ ഒരു അനുമാനം ഉണ്ടായിരുന്നു. അതായത് ഒരു തരത്തിലും അമേരിക്ക അവരുടെ ഫുഡ് സോൾജേഴ്സ് റെയിൻ കോറിനൊക്കെ 50,000 ഒക്കെ ഗൾഫ് നാടുകളിലൊക്കെ കൊണ്ടെത്തിച്ചെന്ന് അവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന് ഏത് സമയത്തും കാർഗിൽ ഐലൻഡ് കയറി അറ്റാക്ക് ചെയ്തതൊക്കെ ആയിരുന്നു വാർത്തകൾ. പക്ഷേ അതൊന്നും നടക്കില്ല എന്നും അമേരിക്കൻ സോൾജേഴ്സിനെ സ്പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡൊണാൾഡ് ട്രംപ് വിവരം അറിയുമെന്നും ഒക്കെ ഞാൻ പറഞ്ഞത്. ഏതാണ്ട് ആ രീതിയിലാണ് സംഗതി നീങ്ങുന്നത്. ഇപ്പോൾ ട്രംപ് ഒഫീഷ്യലായിട്ടല്ലെന്നുണ്ടെങ്കിലും പരോക്ഷമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അദ്ദേഹം US കോൺഗ്രസ്സിൽ ഒരു ദീർഘമായ പ്രസംഗം, അതിനകത്ത് അമേരിക്ക എങ്ങനെയാണ് യുദ്ധം ജയിച്ചത്, അങ്ങയുടെ സ്റ്റൈലിലുള്ള കുറേ ഗീർവാണങ്ങളൊക്കെ ഇറക്കി. പക്ഷേ സത്യം എല്ലാവർക്കും അറിയാം, അവർ ജയിച്ച യുദ്ധമല്ല അത്. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഈ മധ്യേഷ്യയിലുള്ള രാഷ്ട്രീയം ശരിക്കും ഒന്ന് കലക്കി മറിച്ചു ഇട്ടാണ് അമേരിക്കയുടെ ഈ നടപടി അവസാനിക്കുന്നത്. അവര് ഇറാനിലെ ഭരണ നേതൃത്വത്തിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നും അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നതെന്നും ഒരു അണവായുധമുണ്ടെന്നൊക്കെ ആയിരുന്നല്ലോ യുദ്ധത്തിന്റെ കാരണങ്ങൾ. ഇറാനില് ഒരു പരിധി വരെ നേതൃത്വ മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഇറാനിന്റെ ഒഫീഷ്യൽ സ്പോക്സ്മാനായിട്ട് പലപ്പോഴും വന്നിരിക്കുന്നത് പാർലമെന്റിലെ സ്പീക്കറാണ്, അല്ലാതെ അവിടുത്തെ അയത്തുള്ള അല്ല, റവല്യൂഷണറി ഗാർഡിന്റെ ചീഫുമല്ല. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഇതിന്റെ ഫാൾ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ. ഇന്ത്യയാണ് പ്രധാനമായിട്ട് 145 കോടി ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ, പ്രധാനമായിട്ടുള്ള ഇന്ധനം, അതായത് ഗ്യാസിന്റെ ഷോർട്ടേജ് ഇത്രയും സിവിയറായിട്ട് വന്നിട്ട് എത്രയോ ചെറു കച്ചവടക്കാർ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ആലോചിച്ചൊക്കെ എത്ര പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. സാമ്പത്തിക നഷ്ടത്തിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ കോടികൾ വരില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക അവസ്ഥ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പണ്ട് കോവിഡിനെയൊക്കെ പ്രതിരോധിച്ചത് എഫക്റ്റീവായിട്ട് അന്ന് സർക്കാർ കോവിഡിനെ ലോക രാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും എഫക്റ്റീവായിട്ട് പ്രതിരോധിച്ചൊരു നാടാണ് നമ്മൾ. പക്ഷെ ഇപ്പോൾ ഏതൊരു വിധത്തിലുള്ള സ്റ്റോറേജ് പെട്രോളും ഡീസലും ഒക്കെ കുറെ ഉണ്ടാക്കി വെച്ചത്, പക്ഷേ ഗ്യാസിന്റെ കാര്യത്തിൽ അട്ടർ ഫെയിലിയർ ആയിരുന്നില്ലേ. ആലോചിച്ച് നോക്കൂ. ഇതിന് ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഈ സർക്കാരിന്റെ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് അത് പ്രതിഫലിക്കുകയും ചെയ്യും. ഒരു തവണ എടുക്കും. അപ്പം ചൈന ഇന്ത്യയോടൊപ്പം അതിനടുത്തുള്ള പോപ്പുലേഷനുള്ള, അവിടെ ഗ്യാസ് ഷോർട്ടേജ് ഉണ്ടായില്ല. ചൈനയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് അക്കാപ്പിച്ച കുറച്ച് പെട്രോളിന്റെ സോഴ്സസൊക്കെ ഉണ്ട്. അവിടെ ആണെങ്കിൽ ഒന്നുമില്ല. അവർ ടോട്ടലി ഇറക്കുമതി ചെയ്യുകയാണിത്, ഇന്ധനങ്ങളെല്ലാം തന്നെ എല്ലാ തരത്തിലും. പക്ഷേ അവരെന്ത് കാര്യമായിട്ട് അത് മുൻകൂട്ടി കണ്ടിട്ട് അവിടെ ഈ പ്രശ്നമില്ലാതെ ഒതുക്കി. അതുമായിട്ട് ഇവിടെ ഇപ്പോൾ ഈ ഷോർട്ടേജ് ഇന്നൊന്നും നാളെയൊന്നും തീരുമെന്നുള്ള ലക്ഷണം. അത് മാത്രമല്ല, അതിന്റെ പേരിൽ ഇതിന്റെയൊക്കെ വിലക്കയറ്റം എന്ത് യുക്തിയാണുള്ളത്? ഗ്യാസ് കിട്ടാനില്ല എന്നുണ്ട് വെച്ചിട്ട് ഗ്യാസ് വരുമ്പോഴത്തേക്ക് അതിന്റെ വില ഇരട്ടിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിക്കുന്ന എന്താ പറയുക ഡീലർമാർ, മുതലാളിമാർ, ഇതിനെല്ലാം പരോക്ഷമായിട്ടെങ്കിലും സഹായം ചെയ്യുന്ന സർക്കാർ കഷ്ടമാണിത് കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ ഈ വിമാന സർവീസിൽ സർചാർജ്, അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക ക്രൂരമായിട്ടുള്ള വിലക്കയറ്റം. ആലോചിച്ച് നോക്ക്. 15,000 ആയിരുന്നു ഒരു കാലത്ത് അനധികൃത ഇവിടുന്ന് ഗൾഫിലേക്കുള്ള യാത്രാദിനങ്ങൾ. അതിപ്പോൾ 98, 1,00,000 വരെ പിടിച്ചു വാങ്ങുകയാണ്. ഇതെല്ലാം സർക്കാർ നോക്കണം. ഇതിനൊന്നും ഒരു തരത്തിലുള്ള റെഗുലേറ്ററി മെക്കാനിസം വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ സർക്കാരിന്റെ പണി പിന്നെ എന്താണ് ഇതിനോ? അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ യുദ്ധം കാര്യമായിട്ട് നമ്മളെ ബാധിച്ചു. അതിന്റെ ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാരിന് തന്നെയാണ്. അത് യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് നമുക്ക് വലിയ റോളുണ്ടാകും. നമ്മൾ ഇറാനുമായിട്ടും ഇസ്രയേലുമായിട്ടും അമേരിക്കയുമായിട്ടും വലിയ ബന്ധത്തിലാണ്. വല്ലതും നടന്നോ? ഇതിനിടയ്ക്ക് മണ്ണും ചാരി നമ്മൾ പെണ്ണും കൊണ്ടുപോയി പറഞ്ഞ പോലെ കാര്യമായിട്ട് എന്തെങ്കിലും റോളുണ്ടായത് പാകിസ്ഥാനാണ്. അപ്പോൾ ഇതൊക്കെ
മനോവ്യഥ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിൽ സർക്കാരിന്റെ നീക്കങ്ങളെ നിങ്ങളോടൊപ്പം എന്താ പറയണ അതിന്റെ പരാതി അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ ആഴ്ചത്തെ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.